ഈ വ്ളോഗ് എടുക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ സന്തോഷമായിരുന്നു, പക്ഷേ പിന്നെ അങ്ങോട്ട് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട് മാറുവാന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വീട് മാറാൻ വേണ്ടി തലേദിവസം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ നോക്കി. അപ്പോൾ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നാങ്ങളെയും ഒക്കെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ കൂട്ടി വണ്ടിയൊക്കെ കൊണ്ടുവയ്ക്കാമെന്നല്ല, വണ്ടിയിൽ കൊണ്ടുവയ്ക്കാമെന്നൊക്കെ ഇരിക്കുമായിരുന്നു. അവർ രാവിലെ വന്നുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി പണി തുടങ്ങാമെന്ന് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു, നേരത്തെ അത് കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ രാവിലെ തന്നെ നല്ല കപ്പയും ബീഫും ഒക്കെ കൊടുത്ത് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച വീട്, അതായത് അവർ ഉടനെ തന്നെ ഒഴിയത്തില്ല, അവർ കുറച്ചും കൂടെ താമസമാവുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ട് സാധനങ്ങൾ മാറ്റും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് റെഡിയാക്കി പെറുക്കി എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീടൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം വീട് നമ്മൾ നാളെ പോകണമെന്നും പറഞ്ഞ് ഇവരോട് വാക്ക് പറഞ്ഞ് ഇവരുടെ അതായത് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നാളെ തന്നെ ആൾ വരും. അപ്പോൾ അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വീടിനകത്ത് അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ത്രിശങ്കു സ്വർഗത്തിലായിരുന്നു എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ ഓർത്ത് ഇറങ്ങി. നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു, പക്ഷേ ഈ ഒരു ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഈ കാക്ക സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സിനിമയെന്ന് വെച്ചാൽ നമ്മുടെ മോഹിനിയാട്ടം. ഭരതനാട്യം ഇങ്ങനെ ചിരിച്ച് മടുത്തതുകൊണ്ട് മോഹിനിയാട്ടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്തത്, പക്ഷേ വേണോ എന്നൊരു സംശയം. ഈ തിയേറ്ററിൽ ആദ്യമായിട്ട് വന്നാട്ട് ഞങ്ങൾ ന്യൂ സെൻട്രലാണ് മെയിനായിട്ട് പോകാറുള്ളത്. ഇപ്പോൾ ഇത് സെൻട്രൽ തൃപ്പൂണിത്തുറയുള്ളത്. കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്തെങ്കിലും ആട്ടെ. നമുക്ക് സിനിമ കണ്ടാൽ പോരെ. അങ്ങനെ പാട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ. ചിരിച്ച് മണ്ണ് തപ്പിന്ന് പറയില്ല, അയ്യോ മതി. ഞാനാണെങ്കിൽ ആ തിയേറ്റർ പിടിച്ച് കുലുക്കിന്ന് പറയാം ചിരിച്ച്. അടുത്തിരുന്ന ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വന്ന് 9:30 ഷോയാണ് നമ്മൾ പോയത് കേട്ടോ. പിന്നെ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ 1 മണി എങ്ങാണ്ടായി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടി കലാപരിപാടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടി കയറ്റണ പരിപാടി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ലോഡിങ് അൺലോഡിങ് പരിപാടിയാണ്. തീർന്നത് ഉച്ചയ്ക്ക് 3 മണിയായി. അപ്പോൾ ഫുഡൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിനും അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുഞ്ഞിനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഇതൊക്കെ പോയി അവിടെ പോയി അടുക്കി പറക്കി എല്ലാം കൂടെ വെക്കണില്ല കേട്ടോ. അതൊരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് ഒരു കഥയായിരുന്നു ഈ വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. സീ യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.